ഈ ബഡ്ജറ്റ് വന്നതോടുകൂടി കേരളം വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിനെ മറികടന്നിരിക്കുന്നു എന്ന് വ്യക്തമായി. പ്രധാനമായും കേരളം നേടിയ പുരോഗതി ഇങ്ങനെയാണ്. റവന്യൂ കമ്മി കുറഞ്ഞു. 2021-22 2.25% 2023-24 1.68%. ധനക്കമ്മി കുറഞ്ഞു. 2021-22 4.04% 2023-24 2.9% കുറഞ്ഞു. കടം GDP അനുപാതം കുറഞ്ഞു. 2021-22 35.92% 2023-24 34.2% കുറഞ്ഞു. നികുതി വരുമാനം കൂടി. 2021-22 47,600 കോടി രൂപയായിരുന്നത് 2023-24 81,000 കോടി രൂപയായി ഉയർന്നു. തനത് വരുമാനം, അതായത് നികുതി പ്ലസ് നികുതിയേതര വരുമാനം 2021-22 54,988 കോടി രൂപയായിരുന്നത് 2023-24 എത്തിയപ്പോൾ 1,02,240 കോടിയായി ഉയർന്നു. ഇതൊക്കെ കേരളം നേടിയപ്പോൾ കേന്ദ്രം കേരളത്തിന് നൽകിയിരുന്ന കേന്ദ്ര വിഹിതം കുറയുകയാണ് സത്യത്തിൽ ചെയ്തത്. 3.88% ആയിരുന്നത് 1.92% കേന്ദ്രം കുറച്ചു എന്നുള്ളത് നമ്മൾ കാണണം. അതായത് കേന്ദ്രം നമുക്ക് നൽകേണ്ട തുക വെട്ടിക്കുറച്ചപ്പോഴും കേരളം സ്വന്തം നിലയിൽ വളർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്രത്തിലിരുന്ന് നമുക്കിട്ട് പണിയുന്ന കേന്ദ്രത്തിനോട് ഫൈറ്റ് ചെയ്താണ് നമ്മൾ ഈ നേട്ടം കൈവരിക്കുന്നത്.